വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പണ്ഡിതന്മാരെ, സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, ഉച്ചഭാഷിണിയുടെ പരിധിയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, അനുഗ്രഹീതമായ നമ്മുടെ ജീവിതത്തിൻ്റെ നിമിഷങ്ങളിലാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന സെക്കൻഡുകളും മിനിറ്റുകളും മണിക്കൂറുകളുമെല്ലാം അമൂല്യമായതാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു സമയം നമുക്ക് കടന്നു വരാനുണ്ട്. ഈ ഭൂമി ലോകത്ത് നമ്മൾ ജീവിച്ച് ഇവിടെ നിന്ന് യാത്ര പോയി കഴിഞ്ഞാൽ, മരണത്തോടുകൂടി നമ്മൾ മറ്റൊരു ലോകത്തേക്ക് മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ, പിന്നീട് പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും ജീവിച്ചു തീർത്ത നിമിഷങ്ങൾക്ക് അള്ളാഹുവിൻ്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരികയും ചെയ്യും എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. ആ സന്ദർഭത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഏതാനും മിനിറ്റുകളാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇരുന്നു കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന, മതം പഠിക്കാൻ താല്പര്യത്തോടുകൂടി വന്നിരിക്കുന്ന ഈ സമയം. അള്ളാഹു നമ്മളിൽ നിന്ന് ഈ ഒരു കർമ്മം സ്വീകരിക്കുമാറാകട്ടെ. ഇത്തരമൊരു ദീനീ സദസ്സ് രൂപീകരിക്കാൻ പരിശ്രമിച്ച എൻ്റെ സഹപ്രവർത്തകരുണ്ട്. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മളൊരു ജീവിത യാത്രയിലാണ്. ഈ ജീവിതയാത്രയുടെ ഒരു രണ്ടാം ഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമെല്ലാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഒരു മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് തുടങ്ങി സ്വർഗ നരകങ്ങളിൽ അവസാനിക്കുന്ന ജീവിതയാത്രയാണ് അള്ളാഹു മനുഷ്യർക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും ചുരുങ്ങിയ കാലയളവിൽ നിന്ന് അനന്തമായ ഒരു ജീവിത കാലയളവിലേക്കാണ് യഥാർത്ഥത്തിൽ നമ്മൾ യാത്ര പോകുന്നത്. ഒരുപക്ഷെ വേണ്ടത്ര ഗൗരവത്തിൽ ജീവിതത്തെ നോക്കിക്കാണാതെ പോകുന്ന എത്രയോ ആളുകളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഏറ്റവും ചുരുങ്ങിയ കാലമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒന്നാമത്തെ ഘട്ടമെന്ന് പറയുന്ന ഒരു മാതാവിന്റെ ഗർഭപാത്രത്തിൽ നമ്മൾ കഴിച്ചു കൂട്ടുന്ന സമയം. 9 മാസവും 10 ദിവസവും. അങ്ങനെ അവധിയായി കഴിഞ്ഞാൽ നിർബന്ധമായും നമ്മൾ ഭൂമി ലോകത്തേക്ക് ജന്മമെടുക്കും. ഒരാളും ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വാശി പിടിച്ച് ഞാൻ ഇവിടെ തന്നെ വർഷങ്ങളോളം ജീവിക്കും എന്ന് പറയാൻ കഴിയുകയില്ല. അങ്ങനെ നമ്മൾ ഈ ഭൂമി ലോകത്തേക്ക് ജന്മമെടുത്തു. ഇനി അള്ളാഹു നിശ്ചയിച്ച അവധി നമുക്കുണ്ട്. ആ അവധി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ 3ാമത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കും. അതാണ് ബർസഖ്. മരണത്തോടുകൂടി ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് നമ്മുടെ ജീവിതം ഭൂമിയുടെ അന്തർഭാഗത്തേക്ക് മാറ്റപ്പെടുകയാണ്. ഒരു മാതാവിന്റെ ഉദരത്തിൽ ജീവിച്ച കാലഘട്ടം എത്രയാണോ അതിനേക്കാൾ ഒരു കൂടിയ കാലഘട്ടമാണ് മരണം വരെ ഒരു മനുഷ്യൻ ജീവിക്കുന്നത്. വളരെ വേഗത്തിൽ മരിച്ചു പോകുന്ന ആളുകളുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു, എന്റെ ഉമ്മത്തിന്റെ ഒരു ശരാശരി ആയുസ് അത് 60-നും 70-നും ഇടക്കാണ്. അതിലേക്ക് എത്താത്തവരുണ്ട്, 70-ന് വിട്ടുകിടക്കുന്നവരുമുണ്ട്. ഒരു ശരാശരി എങ്ങനെയാണ്
നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഇനി കൂടിയ ഒരു 100 വർഷം നമ്മളിവിടെ ജീവിക്കും. പിന്നീട് നമ്മൾ ജീവിതത്തിന്റെ മരണത്തിന്റെ കവാടം കടന്ന് ബർസഖ് എന്ന് പറയുന്ന ജീവിതത്തിന്റെ 3-ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കും. അത് ഇതിനേക്കാൾ കൂടിയ കാലഘട്ടമാണ്. നമ്മുടെ ഐഹിക ജീവിതത്തെക്കാളും കൂടിയ കാലഘട്ടമാണ് ബർസഖ് എന്ന് പറയുന്നത്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇന്ന് വരെ മരിച്ച മനുഷ്യരെല്ലാവരും ബർസഖിലാണ്. എത്ര കാലായി? ഇനി പടച്ച റബ്ബിന്റെ ഒരവധി എത്തിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ജീവിതത്തിന്റെ 4-ാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വരും. നമ്മുടെ ഖബറുകൾ പൊട്ടിപ്പിളർന്നുകൊണ്ട് മഹ്ശറയിലേക്ക് നമ്മൾ ഒരുമിച്ച് കൂട്ടപ്പെടും. ഖുശഅൻ അബ്സാറുഹും യഖ്റുജൂന മിനൽ അജ്ദാസി കഅന്നഹും ജറാദും മുൻതശിർ. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, പാറിപ്പറക്കുന്ന വെട്ടുകിളികളെ പോലെ അവനവന്റെ കുഴിമാടങ്ങളെ പൊട്ടിപ്പിളർന്നുകൊണ്ടതാ ഭീതിയോടുകൂടി തുറിച്ച കണ്ണുകളുമായി അവർ റബ്ബിലേക്ക് കടന്നു വരികയാണ്, മഹ്ശറയിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ ജീവിതത്തിന്റെ ഒരു 4-ാമത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഓരോ മനുഷ്യരും. പിന്നീട് വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുകയാണ്. ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അവന്റെ ഉമ്മയുടെ ഉദരത്തിൽ ജീവിച്ച കാലഘട്ടത്തെക്കാൾ, ഐഹിക ലോകത്ത് ജീവിച്ച കാലഘട്ടത്തെക്കാൾ, ബർസഖിൽ ജീവിച്ച കാലഘട്ടത്തെക്കാൾ കൂടിയ കാലഘട്ടമാണ് മഹ്ശർ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ അവിടുത്തെ ഒരു ദിവസത്തെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. യൗമൻ കാന മിഖ്ദാറുഹു 50,000 സന. അവിടുത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 50,000 വർഷത്തിന്റെ ദൈർഘ്യമാണ്. അവിടുത്തെ ഒരു ദിവസം, ഒരൊറ്റ ദിവസം പരലോകത്ത് 50,000 വർഷത്തിന്റെ ദൈർഘ്യമാണ്. അങ്ങനെ എത്രയോ കാലഘട്ടമാണ് മനുഷ്യർ മഹ്ശറയിൽ കഴിച്ചു കൂട്ടേണ്ടത്. ഏതാനും ചാണുകൾക്ക് മീതെ കത്തിജ്വലിക്കുന്ന സൂര്യന്റെ ചൂടേറ്റുകൊണ്ടതാ കണങ്കാൽ വരെ വിയർപ്പിൽ മുങ്ങിയവരുണ്ട്, കാൽമുട്ട് വരെ വിയർപ്പിൽ മുങ്ങിയവരുണ്ട്, അരഭാഗത്തോളം, അതുപോലെ തന്നെ കഴുത്തറ്റത്തോളം, അതുപോലെ തന്നെ നെറ്റിത്തടത്തോളം വിയർപ്പിൽ മുങ്ങിയ ആളുകളാണ് മനുഷ്യരെല്ലാം. ഓരോ പ്രവാചകന്മാരുടെ അടുക്കലേക്കും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അവർ പറഞ്ഞുകൊണ്ടിരിക്കും, നരകമെങ്കിൽ നരകം, ഇവിടെ നിന്നൊന്ന് ഞങ്ങളെ വിചാരണക്കെടുക്കണം, ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഓരോ പ്രവാചകന്മാരുടെ അടുക്കലേക്കും അതാ മനുഷ്യരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അവിടത്തേക്ക് മാത്രമാണ് പ്രിയമുള്ളവരെ അനുമതിയുള്ളത്. അവിടുന്ന് സുജൂദിൽ കിടക്കുകയാണ്. 1-2 ദിവസങ്ങളല്ല, 50,000 വർഷത്തിന്റെ ദൈർഘ്യമുള്ള എത്രയോ കാലഘട്ടം അതാ അവിടുന്ന് സുജൂദിൽ കിടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുമതി കൊടുക്കുകയാണ്. യാ റസൂലല്ലാഹ് ഇർഫഅ റഅസക് ഇശ്ഫഅ തുശഫഅ. നബിയെ, അങ്ങ് തല ഉയർത്തുക, സുജൂദിൽ നിന്ന് തല ഉയർത്തുക, അങ്ങ് ശുപാർശ ചോദിച്ചോളൂ, അങ്ങയുടെ ശുപാർശ ഞാൻ സ്വീകരിക്കുന്നതാണ്. അങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകൻ ശുപാർശ നടത്തുമ്പോഴാണ് എല്ലാവരെയും വിചാരണക്കെടുക്കുന്നത്. പ്രിയമുള്ളവരെ, പിന്നീട് ഓരോരുത്തർക്കും ബോധ്യപ്പെടുത്തി തരികയാണ്. സ്വർഗാവകാശിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കും അവന് സ്വർഗത്തിലേക്ക് പോകാൻ എന്തുകൊണ്ട് കാരണമായി എന്ന്. നരകാവകാശിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കും എന്തുകൊണ്ടാണ് അവൻ നരകത്തിലേക്ക് ആപതിച്ചു പോയതെന്ന്. അവന്റെ കൈകളിലേക്ക് ഗ്രന്ഥം നൽകുകയാണ്. എന്നിട്ട് പറയും, ഇഖ്റ കിതാബക് കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ. നിന്റെ ഗ്രന്ഥം നീ വായിച്ചു നോക്കടോ, ഇന്ന് നിന്റെ വിചാരണക്ക് നീ തന്നെ മതിയായവനാണെന്ന് പറയുകയാണ്. ജീവിതത്തിൽ നന്മകൾ ചെയ്യാതെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ മനുഷ്യർ, ഈ ഐഹികമായ ജീവിതത്തിന് വില കൊടുക്കാത്ത മനുഷ്യരതാ അവന്റെ ഗ്രന്ഥം വായിക്കുകയാണ്. ആ ഗ്രന്ഥം വായിച്ചുകൊണ്ട് ആ മനുഷ്യർ പറയും, മാലിഹാദൽ കിതാബ്, പടച്ച റബ്ബേ എന്തു ഗ്രന്ഥമാണിത്, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. എന്റെ ജീവിതത്തിൽ ചെയ്തു പോയ ചെറുതും വലുതുമായ ഒന്നും വിട്ടുപോകാത്ത ഗ്രന്ഥമാണല്ലോ റബ്ബേ ഇത്.
വവജദൂ മാ അമിലൂ ഹാദിറാ. അവർ ചെയ്തു വെച്ചതിനെ അല്ലാഹു അവിടെ ഹാജരാക്കി കൊണ്ടുവരികയാണ്. വലാ യളിമു റബ്ബുക അഹദാ. നിന്റെ രക്ഷിതാവ് ഒരാളോടും അനീതി കാണിക്കുകയില്ല. അത് വായിച്ചു നോക്കും മനുഷ്യര്. വിശ്വാസികൾ സന്തോഷഭരിതരായിരിക്കും. എന്നിട്ട് ഓരോരുത്തർക്ക് ഇങ്ങനെ ബോധ്യപ്പെടുത്തി തരും. അതുമാത്രമല്ല, അന്നേ ദിവസം അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലഹും ബിമാ കാനൂ യക്സിബൂൻ. ഇന്ന് അവരുടെ വായക്ക് നാം സീല് വെക്കുകയാണ്. വായ കൊണ്ട് ന്യായീകരിക്കാൻ നാളെ റബ്ബിന്റെ കോടതിയിൽ സാധ്യമല്ല. വതുകല്ലിമുനാ ഐദീഹിം. അവരുടെ കൈകളാണ് നമ്മോട് സംസാരിക്കുന്നത്. വതശ്ഹദു അർജുലഹും. കാലുകൾ സാക്ഷി നിൽക്കുകയാണ്. നമ്മുടെ കൈകളെ കൊണ്ട് പടച്ച റബ്ബ് സംസാരിപ്പിക്കും. നമ്മുടെ കാലുകളതാ നമുക്കെതിരെ സാക്ഷി നിൽക്കും. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എല്ലും തുടകളും മാംസങ്ങളും നാളെ പരലോകത്ത് സംസാരിക്കും. അങ്ങനെ നരകത്തിലേക്ക് മനുഷ്യനങ്ങ് എറിയപ്പെടും. ആ നരകത്തിൽ ഇങ്ങനെ മറിക്കപ്പെടുമ്പോൾ ഓരോ മനുഷ്യനും അവന്റെ സ്വന്തം ശരീരാവയവങ്ങളോട് ചോദിക്കുകയാണ്, എന്തേ എനിക്കെതിരെ നിങ്ങൾ സാക്ഷി പറഞ്ഞു? എന്തേ എനിക്കെതിരെ നിങ്ങൾ സാക്ഷി പറഞ്ഞു? സ്വന്തം അവയവങ്ങൾ അവനോട് പറയും, എല്ലാത്തിനും സംസാരശേഷി നൽകിയ പടച്ച റബ്ബാണ് ഞങ്ങളെ കൊണ്ട് സംസാരിപ്പിച്ചത്. ഇങ്ങനെ പ്രിയമുള്ളവരെ നമുക്ക് ബോധ്യപ്പെടുത്തി തരും, ഞാൻ നരകാവകാശിയാണോ സ്വർഗാവകാശിയാണോ എന്ന്. അങ്ങനെ മനുഷ്യരെ അതാ കൂട്ടം കൂട്ടമായി നരകത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ. അങ്ങനെ ഓരോ കൂട്ടം കൂട്ടമായി മനുഷ്യരെങ്ങനെ നരകത്തിലേക്ക് കൊണ്ടുപോയി ആ നരകത്തിലേക്ക് ഇങ്ങനെ തള്ളിവിടുമ്പോ ആ നരകത്തിന് അള്ളാഹു നിശ്ചയിച്ച ചില കാവൽക്കാരായ മലായിക്കത്തുകളുണ്ട്. ആ മലായിക്കത്തുകൾ അവരോട് ചോദിക്കുകയാണ്, നരകത്തേക്ക് വീണു പോകുന്ന മനുഷ്യരോട് ചോദിക്കുകയാണ്, അലം യഅതികും നദീർ. എടോ, നിങ്ങൾക്ക് താക്കീതുകാർ വന്നില്ലായിരുന്നുവോ? ഇങ്ങനൊരു നരകമുണ്ട്, മരണത്തിന്റെ പുറം ഒരു ജീവിതമുണ്ട്, നാളെ റബ്ബിന്റെ കോടതിയിൽ നിൽക്കേണ്ടി വരും, വിചാരണയുണ്ട് എന്നിങ്ങനെ നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്ന പ്രവാചകന്മാർ ഉത്ബോധകന്മാർ നിങ്ങൾക്ക് വന്നില്ലായിരുന്നുവോ? എല്ലാവരും പറയുന്ന മറുപടി എന്താണ്? വന്നില്ല എന്നല്ല. ഖാലൂ, അവർ മറുപടി പറയാണ്, ബലാ ഖദ് ജാഅനാ നദീർ. അതേ, ഞങ്ങൾക്ക് താക്കീതുകാർ വന്നിരുന്നു, പക്ഷേ ഞങ്ങളത് കേൾക്കാൻ തയ്യാറായില്ല. അത് ഒരു കാതിലൂടെ കേട്ട് മറുകാതിലൂടെ ഞങ്ങൾ അങ്ങ് കളഞ്ഞു. ഞങ്ങൾ പരലോകത്തെ കുറിച്ച് വേണ്ടത്ര ചിന്തിച്ചില്ല, ഞങ്ങൾ അതിനെയൊക്കെ അങ്ങ് കളവാക്കി കളഞ്ഞു. ഫകദ്ദബ്നാ വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ശൈഇ. അതേ, അള്ളാഹു പുതിയതായൊന്നും ഇറക്കിയിട്ടില്ല. ഞങ്ങളുടെ വാപ്പപ്പാരായിട്ട് കാണുന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ഞങ്ങളുടെ വാപ്പപ്പാരായിട്ട് കാണുന്ന ചില ആചാരങ്ങൾ ഉണ്ടായിരുന്നു, അതിന്റെ അപ്പുറം ഞങ്ങൾ ചിന്തിക്കാൻ തയ്യാറായില്ല, ഉത്ബോധനങ്ങൾക്ക് ഞങ്ങൾ കാത് കൊടുത്തില്ല എന്ന് മനുഷ്യർ അവിടെ വെച്ചുകൊണ്ട് പറയാണ്. എന്നിട്ട് ആ മനുഷ്യരുടെ ഒരു വിലാപം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. വഖാലൂ, അവർ പറയുകയാണ്, ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഗീർ. ഞങ്ങളൊന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ, ഞങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേട്ടിരുന്നുവെങ്കിൽ ഈ കത്തിജ്വലിക്കുന്ന നരകത്തിൽ ഞങ്ങൾ അകപ്പെട്ടു പോകുമായിരുന്നില്ല. അവിടുന്ന് ആ മനുഷ്യർ ചിന്തിക്കണത്, ഇവിടുന്ന് ചിന്തിക്കൂല. ഇവിടുന്ന് എത്ര പറഞ്ഞാലും രണ്ടഭിപ്രായം പറഞ്ഞാൽ പോകാതല്ലാതെ എന്ത് മാറ്റമാ പ്രിയമുള്ളവരെ? നോക്കൂ, നിങ്ങൾ ആ നരകത്തിലേക്ക് എത്തിപ്പെടേണ്ട ഗതികേടുണ്ടാകും. അന്നേ ദിവസം അതാ നരകമങ്ങ് കൊണ്ടുവരപ്പെടുകയാണ്. നരകം കൊണ്ടുവരപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, യൗമഇദിൻ യതദക്കറുൽ ഇൻസാൻ. മനുഷ്യരതാ അപ്പോഴാണ് ഓരോരുത്തരും ചിന്തിക്കുന്നത്, അപ്പോഴാ അവന് ഓർമ്മ വരുന്നത്, അവിടെ വെച്ചിട്ടാ അവന് ഓർമ്മ വരുന്നത്.
എവിടെ നിന്നാണ് അവന് ഇപ്പോൾ ഓർമ്മ വന്നത്? അല്ലാഹു ചോദിക്കുകയാണ്, ഇതൊക്കെ ദുനിയാവിൽ നിങ്ങളോട് പറഞ്ഞതല്ലേ, നിങ്ങളോട് ഇങ്ങനെ ഒരു ലോകം വരാനുണ്ടെന്ന് പഠിപ്പിച്ചതല്ലേ? ഈ നരകമെന്ന് കൊണ്ടുവരപ്പെടുന്നത് അതിന്റെ ഭീകരത കാണുമ്പോഴാണ് മനുഷ്യൻ അതാ ചിന്തിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അതേ നരകമെന്ന് കൊണ്ടുവരപ്പെടും. 70,000 ചങ്ങലകളിലായിക്കൊണ്ട് നരകം ഇങ്ങനെ വലിച്ചു കൊണ്ടുവരപ്പെടുകയാണ്. ഓരോ ചങ്ങലകളിലും ഭീകര രൂപികളായ 70,000 മലക്കുകളാണ് ആ നരകം വലിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടോ? അതൊക്കെ ഇങ്ങനെ കാണാണ്. അത് കാണുമ്പോഴാണ് മനുഷ്യൻ അവൻ ചിന്തിക്കുന്നത്. അല്ലാഹു ചോദിക്കുകയാണ്, എവിടുന്ന് അപ്പോലെ ഓർമ്മ വന്നത്? എവിടുന്ന ഈ ഓർമ്മ വന്നത്? എത്ര പറഞ്ഞാലും അല്ലേ, ദുനിയാവിൽ നിന്ന് വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് കേട്ടാൽ നമുക്ക് മാറ്റമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ കേട്ടാൽ നമുക്ക് മാറ്റമില്ല. ദീന് കേൾക്കാൻ നമുക്ക് താല്പര്യമല്ല. വിവാഹങ്ങളും പാർട്ടികളുമാണ്, ആനന്ദങ്ങളും ആസ്വാദനങ്ങളുമാണ്. പക്ഷേ ഈ ആനന്ദങ്ങൾ മുഴുവൻ നശിപ്പിച്ച്, ഈ ആസ്വാദനങ്ങൾ മുഴുവൻ നശിപ്പിച്ചതിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് മരണം കടന്നു വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അക്സിറൂ ദിക്റ ഹാദിമുൽ ലദ്ദാത്ത്. ഈ ആനന്ദങ്ങളെ ഇന്ന് മനുഷ്യർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ആനന്ദങ്ങളും എല്ലാ സന്തോഷങ്ങൾക്കും ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് കടന്നു വരുന്ന ഒരു മരണമുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ ധാരാളമായി ഓർക്കണേ. കേട്ടോ? അപ്പോഴാ മരണം വരും. പിന്നെ ആലോചിച്ചിട്ട് കാര്യമില്ല. ആലോചിക്കേണ്ടത് ഇവിടുന്നാണ്. പക്ഷെ എന്താ അവസ്ഥ? ദീനി കേൾക്കാൻ താല്പര്യമില്ല അല്ലേ? ഒരു 2 മണിക്കൂർ ഇരിക്കാൻ താല്പര്യമില്ല. കഴുതയതാ പേടിച്ചരണ്ട് കൊണ്ട് സിംഹത്തിൽ നിന്ന് ഓടിയകലുന്നത് പോലെ. ആണോ? സിംഹത്തെ പേടിച്ച് ഒരു കഴുത ഓടിയകലുന്നത് പോലെ ഈ ആളുകളതാ ഉത്ബോധനങ്ങളെ തൊട്ട് ഓടി പറയുകയാണ്. ഇതൊക്കെ വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗമാണ്. ആണോ? ഒരു കഴുത തന്നെ പിടിക്കുമോ എന്ന് പേടിച്ച് സിംഹത്തിൽ നിന്ന് ഓടുന്ന പോലെ ഭീതിയോടുകൂടെയാണ് പലരും ദീന് കേൾക്കുന്നിടത്ത് ഓടിയകർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വലിയ വില നൽകേണ്ടി വരും. അങ്ങനെ പ്രിയമുള്ളവരെ, ആ നരകത്തിലേക്ക് എത്തിപ്പെടാതിരിക്കാനാണ് നമുക്ക് നോമ്പ്. അതിനാണ് നോമ്പ്. ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഒരു കാതും ഇതുവരെ കേട്ടിട്ടില്ലാത്ത, ഹൃദയങ്ങൾക്ക് പോലും ചിന്തിച്ച് എത്തിപ്പിടിക്കാൻ കഴിയാത്ത സുഖാനുഭൂതികളുടെ ലോകമായ സ്വർഗം. ആ സ്വർഗമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയാണ് റമദാൻ. കണ്ടോ? അതിനെന്ത് വേണം? തഖ്വ ഉണ്ടാകണം. തഖ്വയുള്ളവർക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ആ നരകത്തിന്റെ ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്ന മനുഷ്യൻ അവൻ പോലും ചിന്തിച്ചു പോകുന്നതാണ്. ഇതാണ് ഏറ്റവും നരകത്തിലെ വലിയ ശിക്ഷ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നരകത്തിന്റെ ഏറ്റവും ചെറിയ ശിക്ഷ, നരകത്തിൽ നിന്നൊരു പാദരക്ഷ ആ മനുഷ്യനെ ധരിപ്പിക്കും. ആ പാദരക്ഷ അവനങ്ങ് ധരിച്ചു കഴിഞ്ഞാൽ അവന്റെ തലച്ചോറ് മുതൽ കാൽപാദം വരെ ഇങ്ങനെ തിളച്ചു മറിയുകയാണ്. തലച്ചോറ് ഇങ്ങനെ തിളച്ചു മറിയും, ശരീരം മുഴുവൻ ഇങ്ങനെ തിളച്ചു മറിയും. ഇത് അനുഭവിക്കുന്ന മനുഷ്യൻ അവൻ ചിന്തിക്കുകയാണ്, ഇതാണ് നരകത്തിന്റെ ഏറ്റവും വലിയ ശിക്ഷ എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അതാണ് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ. ഏറ്റവും ചെറുതാണത്. കണ്ടോ? അത് അനുഭവിക്കുമ്പോ തന്നെ സഹിക്കൂലാണ്. മാത്രമല്ല പ്രിയമുള്ളവർ, നരകത്തിൽ പോണ മനുഷ്യർ അവരുടെ അവസ്ഥ എന്താ അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നരകത്തിൽ പോകുന്ന ഒരു മനുഷ്യന്റെ 2 ഷോൾഡറുകൾക്കിടയിലുള്ള ദൂരം എത്രയാണ്? മസീറത്തു സലാസതി അയ്യാം. 3 ദിവസം യാത്ര ചെയ്താൽ എത്തുന്ന ദൂരം എത്രയുണ്ടോ അത്രയും ദൂരമാണ് നരകത്തിൽ പോകുന്ന ഒരു മനുഷ്യന്റെ 2 ഷോൾഡറുകൾക്കിടയിലുള്ള ദൂരമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. കണ്ടോ? ഇങ്ങനെയൊന്നും അല്ലട നരകത്തിലിടുമ്പോ ഭീകര രൂപിയായിട്ട് അങ്ങനെ ഇടുക. മാത്രമല്ല ഇവിടുത്തെ ചൂടിന്റെ 69 ഇരട്ടി. ഇവിടെ മനുഷ്യർ ദുനിയാവിൽ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടിയ ഊഷ്മാവ് എത്രയാണോ അതിലേക്ക് ഒരു 69 ഇരട്ടി കൂടി ആഡ് ചെയ്താൽ അതാണ് നരകത്തിന്റെ ചൂട്. ലാ തുബ്ഖി വലാ തദർ. ഒന്നിനെയും വിട്ടേച്ചു കളയാത്ത, എല്ലാത്തിനെയും നശിപ്പിച്ച് കളയുന്ന അത്രയും അതിശക്തമായ ചൂടാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. കുല്ലമാ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ.
ഒരു തൊലിയങ്ങ് കരിഞ്ഞാൽ പടച്ചറബ് പകരം തൊലി നൽകുകയാണ്. ഇങ്ങനെ അനുഭവിക്കുന്ന ആ നരകത്തുനിന്ന് രക്ഷപ്പെടണ്ടേ? അതിനാണ് പ്രിയമുള്ളവരെ തഖ്വയുണ്ടാകണമെന്ന് പഠിപ്പിച്ചത്. തഖ്വയുള്ളവർക്കേ നരകമോചനമുള്ളൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പഠിപ്പിച്ചത് നിങ്ങൾ തഖ്വയുള്ളവരാകണമെന്നാണ്. ഏത് സംസാരങ്ങൾ അവിടെ നിന്ന് നടത്തുമ്പോഴും അവിടെ നിന്ന് ഊതിക്കൊടുക്കുന്ന ഒരു ആയത്തുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ ഈമാനുള്ള മനുഷ്യരെ, ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണം. തഖ്വ എങ്ങനെ ഉണ്ടാകണമെന്ന് പഠിപ്പിച്ചോ അങ്ങനെ തഖ്വയുണ്ടാകണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ പടച്ചറബിലേക്ക് കീഴൊതുങ്ങിയവനായിക്കൊണ്ടല്ലാതെ ലോകത്തോട് വിട പറയരുത്. ആ പടച്ചറബിനെ അനുസരിക്കുന്നവനായി ജീവിച്ചവനായ നിലക്കല്ലാതെ, അല്ലാതെ ബഷീറായി മരിക്കരുത് എന്നല്ല, നാസറായി മരിക്കരുത് എന്നല്ല, ഖദീജയായി മരിക്കരുത് എന്നല്ല, മുസ്ലിം പേര് കൊണ്ട് ജീവിക്കണം എന്നല്ല, അങ്ങനെ പേര് കൊണ്ട് മരിച്ചു പോകണമെന്നല്ല, മറിച്ച് അള്ളാഹുവിലേക്ക് പരിപൂർണമായി കീഴൊതുങ്ങിയവനായ നിലക്കല്ലാതെ നിങ്ങൾ മരിച്ചു പോകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും തന്റെ സമൂഹത്തിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവിടുന്ന് ഓതിക്കൊടുത്ത ആയത്താണ് കണ്ടോ. കാരണം എന്താ? തഖ്വയുള്ളവരെ രക്ഷപ്പെടാൻ കഴിയൂ. വഇം മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, നിങ്ങളിൽ ഒരാളും തന്നെയില്ല അതിന്റെ അടുക്കലേക്ക് വരാത്തവരായി. ഏതിന്റെ അടുക്കലേക്ക്? നരകത്തിന്റെ അടുക്കലേക്ക് വരാത്തവരായി നിങ്ങളിൽ ഒരാളുമില്ല. എല്ലാവരും നരകത്തെ കാണും. സ്വർഗത്ത് പോകുന്നവരും നരകത്തെ കാണും. എന്നാൽ നരകത്തിൽ പോകുന്നവൻ സ്വർഗം കാണില്ല, അവര് സ്വർഗം കാണൂല. എന്നാലോ സ്വർഗത്തിലേക്ക് പോകുന്നവൻ നരകം കാണും. അതാണ് ഖുർആൻ പറഞ്ഞത്, അതിന്റെ അടുക്കലേക്ക് അഥവാ നരകത്തിന്റെ അടുക്കലേക്ക് വരാത്തവരായി യാതൊരാളുമില്ല. കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയാ, അത് പടച്ചറബ് നിശ്ചയിച്ചിട്ടുള്ള കാര്യമാണ്. അത് നിർബന്ധമായും ഓരോരുത്തരും നരകത്തിന്റെ അടുക്കലേക്ക് വരും. പിന്നെ തഖ്വയുള്ളവരെയാണ് നാം അവിടെ നിന്നും രക്ഷപ്പെടുത്തുന്നത്. അക്രമികളായ മനുഷ്യരെയതാ ആ നരകത്തിലതാ മുട്ടുകുത്തി വീഴുകയാണ്. തഖ്വയുള്ളവരെ അല്ലാഹു രക്ഷപ്പെടുത്തും. അപ്പൊ തഖ്വയുള്ളവർക്ക് ആ നരകമോചനമുള്ളത്. ഇനി സ്വർഗത്തിലേക്ക് ആർക്കാണ് പ്രവേശിക്കാൻ കഴിയുക? സ്വർഗത്തിലേക്ക് ആർക്കാണ് പ്രവേശിക്കാൻ കഴിയുക? വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ വഖാല ലഹും ഖസനതുഹാ സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാണ്, വസീഖല്ലദീന തഖൗ റബ്ബഹും, തന്റെ റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ചവർ ആരോ അവരതാ ആനയിക്കപ്പെടുകയാണ്. ഇലൽ ജന്നതി സുമറാ, കൂട്ടം കൂട്ടമായി അവർ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുകയാണ്. ആരെ? തഖ്വയുള്ള ആളുകൾ, തഖ്വയോടുകൂടി ജീവിച്ച ആളുകൾ. അവർ കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുകയാണ്. ഹത്താ ഇദാ ജാഊഹാ, ആ സ്വർഗത്തിന്റെ അടുക്കലേക്ക് അവർ എത്തിക്കഴിഞ്ഞാൽ വഫുതിഹത് അബ്വാബുഹാ, ആ സ്വർഗത്തിന്റെ വാതിലുകൾ അതാ തുറന്നു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ സ്വർഗത്തിന്റെ കാവൽക്കാരായ മലായിക്കത്തുകൾ അവരോട് പറയും, സലാമുൻ അലൈക്കും തിബ്തും, നിങ്ങൾക്ക് റബ്ബിന്റെ സമാധാനം, നിങ്ങൾ വിശുദ്ധരായിരിക്കുന്നു, നിങ്ങൾ വിശുദ്ധരായിരിക്കുന്നു, അതുകൊണ്ട് ഫദ്ഖുലൂഹാ ഖാലിദീൻ, നിങ്ങൾ ശാശ്വതരായ നിലക്ക് ഈ സ്വർഗത്തിലേക്ക് അങ്ങ് പ്രവേശിച്ചു കൊള്ളുക. തഖ്വയുള്ളവർക്ക് ലഭിക്കപ്പെടുന്ന അപാരമായ അനുഗ്രഹമാണ് ോ. അപ്പൊ സ്വർഗപ്രവേശനത്തിന് തഖ്വ വേണം, നരകമോചനത്തിനും തഖ്വ വേണം. ഇനിയോ നമ്മളിവിടെ നമസ്കരിക്കാറുണ്ട്, നോമ്പെടുക്കാറുണ്ട്, സൽക്കർമ്മങ്ങൾ ചെയ്യാറുണ്ട്, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ദിക്റുകൾ ചൊല്ലാറുണ്ട്. നന്മയായി ധാരാളം ധാരാളം കർമ്മങ്ങൾ ചെയ്യുമ്പോ ഇത് റബ്ബ് സ്വീകരിക്കണമെങ്കിൽ തഖ്വ വേണം. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ,
തഖ്വയുള്ളവരിൽ നിന്ന് മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. കണ്ടോ? അപ്പൊ സുഹൃത്തുക്കളെ, നമുക്ക് നരകത്തുനിന്ന് രക്ഷപ്പെടാൻ തഖ്വ വേണം, സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ തഖ്വ വേണം. അതുപോലെ തന്നെ അമൽ സ്വീകരിക്കണമെങ്കിൽ തഖ്വ വേണം. ഈമാന്റെ നേർട്ടയല്ല, തഖ്വ ഉണ്ടാകണം. അതുകൊണ്ടാണ് ഈമാനുള്ളവരെ വിളിച്ചുകൊണ്ട് ആവർത്തിച്ച് ഡസൻ കണക്കിന് ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ, ഈമാനുള്ളവരെ, യാ അയ്യുഹല്ലദീന ആമനു, ഓ ഈമാനുള്ള മനുഷ്യരെ, ഞാനും നിങ്ങളുമാണ് ഈമാനുള്ളവർ എന്ന് പറയുന്നവർ. നമ്മളെ വിളിച്ചുകൊണ്ടാണ് പടച്ച റബ്ബ് പറയുന്നത്, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വൽ തൻദുറു നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് വേണ്ടി എന്താണ് നിങ്ങൾ തയ്യാറെടുപ്പ് നടത്തിയിട്ടുള്ളത് എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഒരായത്തിലാണ് 2 പ്രാവശ്യം അല്ലാഹ് പറയുന്നത്. ഒരൊറ്റ ആയത്തില് മുഅ്മിനുകളെ വിളിച്ചുകൊണ്ട് അല്ലാഹ് പറയാണ് 2 പ്രാവശ്യം അല്ലാഹനെ നിങ്ങൾ സൂക്ഷിക്കണം, അല്ലാഹനെ നിങ്ങൾ സൂക്ഷിക്കണം. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സൂക്ഷ്മമായി അറിയുന്നവനാണ്. ണ്ടോ? 1 2 ഒന്നല്ല, ധാരാളക്കണക്കിന് ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ മുഅ്മിനുകളെ വിളിച്ചുകൊണ്ട് പറയാണ്, നിങ്ങൾ തഖ്വയുള്ളവരാകണം. ണ്ടോ? നിങ്ങൾ തഖ്വയുള്ളവരാകണം. തഖ്വയുള്ളവനെ രക്ഷയുള്ളൂ, അല്ലാത്തവന് രക്ഷയില്ല. അതുകൊണ്ടാണ് ആ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണം എന്ന് പറഞ്ഞത്. ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ പഠിപ്പിച്ച ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ടതാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയാണ്, എന്താണ് ഹഖ്ക തുഖാതിഹി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഈ ഹഖ്ക തുഖാതി? എങ്ങനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണം എന്ന് എന്തുകൊണ്ടാ പറഞ്ഞത്? എങ്ങനെ സൂക്ഷ്മത? അദ്ദേഹം വിശദീകരിക്കാൻ, അനുസരിക്കപ്പെടണം. കേട്ടോ? അല്ലാഹുവിനെ അനുസരിക്കണം പരിപൂർണമായി. ഫലാ യുഅസാ, ആ റബ്ബിനെ നിങ്ങൾ അനുസരണക്കേട് കാണിക്കരുത്. പടച്ച റബ്ബിനോട് അനുസരണക്കേട് കാണിക്കരുത്. ദീനിനോട് നിങ്ങൾ അനുസരണക്കേട് കാണിക്കരുത്. ദീന് പഠിപ്പിച്ച കാര്യങ്ങളെ അത് അനുസരിക്കാനുള്ള മനസ്സുണ്ടാകണം. അതുപോലെ തന്നെ അല്ലാഹുവിനെ സദാസമയവും ഓർക്കണം. ഫലാ യുൻസ, റബ്ബിനെ നിങ്ങൾ മറന്നു പോകരുത്. അതുപോലെ തന്നെ അന്യുഷ്കറ, നിങ്ങൾ നന്ദി കാണിക്കണം. വലാ യുക്ഫർ, നിങ്ങൾ നന്ദികേട് കാണിക്കരുത്. അതാണ് ഈ ഹഖ്ക തുഖാതിഹി എന്ന് പറഞ്ഞാല്. എന്താ ദീന് പറഞ്ഞത്? അതങ്ങോട്ട് ജീവിതത്തിൽ ഉണ്ടാകുക, അതിനോടൊരു എതിർപ്പ് പ്രകടിപ്പിക്കാതിരിക്കുക. ആ പടച്ചോൻ എപ്പോഴും ഓർക്കുക, അല്ലേ? കിടക്കപ്പായിൽ നിന്ന് എഴുന്നേൽക്കുന്നത് മുതൽ അവിടെ ഉണ്ട് പ്രാർത്ഥന, അല്ലേ? അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ. നമ്മൾ പ്രാർത്ഥിക്കാണ്, പടച്ചോനെ എന്നെ മരിപ്പിച്ചതിന് ശേഷം എന്നെ ജീവിപ്പിച്ച, അഥവാ ഉറക്കൽ നിന്ന്, ഉറക്കൊരു ചെറിയ മരണാണ്, അവിടെ എണീപ്പിച്ച റബ്ബേ നിനക്കാണ് സർവസ്തുതി. ഓർമ്മ ഉണ്ടാകുകയാണ്, പടച്ചോനെ ഓർക്കുകയാണ്, അല്ലേ? അവിടെ നിന്ന് തുടങ്ങി അവന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും ദിക്റുകളുണ്ട്, പ്രാർത്ഥനകളുണ്ട്. ആ നിലക്ക് അതൊക്കെ പഠിച്ചങ്ങ് ജീവിതത്തിൽ ഉണ്ടാകണം. ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. അല്ലാഹ് പറയാണ്, നിങ്ങൾ എന്നെ ഓർക്കേ, നിങ്ങൾ എന്നെ ഓർക്കേ, അദ്കുറുക്കും എന്നാ നിങ്ങളെ ഞാൻ ഓർക്കും. വഷ്കുറൂലി, എന്നോട് നന്ദി കാണിക്കുക. വലാ തക്ഫുറൂൻ, എന്നോട് നിങ്ങൾ നന്ദികേട് കാണിക്കരുത്. കണ്ടോ? അങ്ങനെ പരിപൂർണമായി പടച്ചോന് വിധേയപ്പെട്ട അടിമയായി ജീവിക്കലാണ് ഈ തഖ്വ എന്ന് പറഞ്ഞാല്. അതിന് കഴിയണം. അതാണ് റമദാൻ, അതിനാണ് റമദാൻ. തഖ്വ ഉണ്ടാകാനാണ്. പട്ടിണി കിടന്നൊക്കെ തഖ്വ ഉണ്ടാകുകയാണെങ്കിൽ ഇവിടെ നിരാഹാരം കിടക്കാൻ എത്ര രാഷ്ട്രീയക്കാരുണ്ട്, ഓലത്ര മുത്തക്കി ഒരു മനുഷ്യൻ ഉണ്ടാവില്ല, അല്ലേ സഹോദരങ്ങളെ? അതുകൊണ്ട് ഈ തഖ്വ ഉണ്ടാകേണ്ട രൂപത്തിൽ നമ്മുടെ നോമ്പ് മാറണം. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം. വിശ്വാസികളെ, നിങ്ങൾക്കിതാ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ്. കണ്ടോ? നോമ്പ് എന്തിനാ? തഖ്വ ഉണ്ടാകാനാണ്. ആരോടാണ് പറഞ്ഞത്? ആരോടാണ്? സുഹൃത്തുക്കളെ, മുഅ്മിനീങ്ങളോടാണ് അല്ലാഹ് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് വിളിച്ചിട്ട്
കണ്ടോ? അതുകൊണ്ട് ഈ നോമ്പ് എന്ന് പറഞ്ഞാൽ ചെറുതല്ല, കേവലം ഒരു പട്ടിണിയല്ല, അതല്ല, ഒരു ഭക്ഷണത്തും അങ്ങനെ കെട്ടിമറിഞ്ഞ് ജീവിക്കേണ്ട ഒരു സമയമല്ല റമളാനിന്റെ നോമ്പ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് വലിയ പുണ്യങ്ങൾ നേടിയെടുക്കാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നുകൊണ്ട് സഹാബി ചോദിക്കാണ്, നബിയേ, അല്ലേ, ഒരു വ്യക്തി വന്ന് ചോദിക്കാൻ, നബിയേ, അറഅയ്ത ഇൻ ശഹിദ്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്നക റസൂലുള്ളാഹ് വസല്ലൈതു സ്വലവാത്തുൽ ഖംസ വഅദ്ദൈതു സകാത വസുംതു റമളാന വഖുംതുഹു ഫമിമ്മൻ അനാ. നബിയേ, അല്ലാഹുവല്ലാതെ ആരാധനയ്ക്കർഹനായി ആരുമില്ല എന്ന് ഞാൻ എന്റെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുകയും അങ്ങ് അല്ലാഹുവിന്റെ ദൂതനാണ്, പ്രവാചകനാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുകയും 5 നേരത്തെ നമസ്കാരം കൃത്യമായി നിർവഹിക്കുകയും അല്ലാഹു എന്റെ സമ്പത്തിൽ വെച്ച ആ നിശ്ചയിക്കപ്പെട്ട സക്കാത്ത് ഞാൻ കൃത്യമായി കൊടുത്തു വീട്ടുകയും റമളാനിന്റെ പകലിൽ ഞാൻ നോമ്പെടുക്കുകയും രാത്രിയിൽ ഞാൻ നിന്ന് നമസ്കരിക്കുകയും ചെയ്താൽ ഫമിമ്മൻ അനാ, ഞാൻ ആരുടെ കൂടെയാണ് നബിയേ? ഒരു വ്യക്തി വന്ന് ചോദിക്കാൻ, കണ്ടോ, ഞാന് ഷഹാദത്ത് കലിമ എന്റെ ജീവിതം കൊണ്ട് സത്യപ്പെടുത്ത്, 5 നേരത്തെ കൃത്യമായ നമസ്കാരം, അതുപോലെ തന്നെ സക്കാത്ത് കൃത്യമായി കൊടുത്തുവിട്ട നോമ്പ് അത് കൃത്യമായി നിർവഹിക്കുക, അതിന്റെ രാത്രിയിൽ ഞാൻ നമസ്കരിക്കുകയും ചെയ്താൽ ഞാൻ ആരുടെ കൂടെയാണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്വർഗ്ഗത്തിലാണ് നല്ല പറഞ്ഞത്, സ്വർഗ്ഗത്തിലാണ് നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, മിന സുദ്ദീഖീന വശുഹദാ, സുദ്ദീഖുകളുടെ കൂടെയാണ്, ശുഹദാക്കളുടെ കൂടെയാണ്. അഥവാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണത്തോടടുത്ത് നിൽക്കുമ്പോൾ നമ്മുടെ നേതാവ് തന്റെ പ്രിയപത്നിയായ നമ്മുടെ മാതാവായ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, പ്രിയമുള്ളവരെ, അതാണ് ബദരീങ്ങൾ, അതാണ് ബദരീങ്ങളുടെ നേതാവ്. പ്ലേഗ് ബാധിച്ച് മരിച്ച ബദരീങ്ങൾ ഉണ്ടായിട്ടുണ്ട്, രോഗം ബാധിച്ച് മരിച്ച ബദരീങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടിതാ ഈ ബദർ ദിനം എന്ന് പറഞ്ഞുകൊണ്ട് റമളാനിന്റെ ഏറ്റവും ഉത്തമമായ ദിനരാത്രങ്ങളിൽ അല്ലാഹു പൊറുക്കാത്ത പാപം ചെയ്യുന്ന അതേ ബദരീങ്ങൾക്ക് വേണ്ടി നേർച്ച ആരാധനയാണ്, അത് ബദരീങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്, പോത്തിനെ അറുക്കുകയാണ്, മൗലൂദോദാണ്, മാല ചൊല്ലാണ്. അല്ലേ, അല്ലാഹു പൊറുക്കോ? പൊറുക്കൂല. പടച്ചോന് മാത്രം കൊടുക്കേണ്ട ആരാധന. അങ്ങനത്തെ എന്തിനാ നോമ്പെടുക്കണത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ളവനാണ് നോമ്പ്, അല്ലാത്തവർക്ക് നോമ്പില്ല. ഉണ്ടോ? എന്നിട്ടോ ബദർ മാലയിൽ കാണാം, ദാഹം വിശപ്പോകോ തളർച്ചയോ തടിയിൽ മാറിയോ ജിൻ ശൈത്താൻ ചതിയാലോ ദേഹം വളഞ്ഞോനി പേരിനെ ചൊല്ലൂകിൽ തിരുമുനമേ ശീഫയാകുമെന്നോവർ. പുതിയ തലമുറയിലെ ആൾക്കാർക്കൊന്നും അറിയില്ല, പഴയ ആൾക്കാർക്കൊന്നും കാണാപ്പാടായിരുന്നു, ഖുർആന്റെ ആയത്തൊന്നും പഠിക്കൂല. ഈ മാലി മൂലു തന്നെയാണ്. ണ്ടോ ബദരീങ്ങൾ പേരീനെ ഓതുന്ന ലോകർക്ക് ബദറിൽ വബഊകൾ അണയില്ല എന്നോവർ. ഇല്ല മുതലും വാലഞ്ഞവനൊതുകിൽ എന്നും നിയമത്തിൽ ആകും അതെന്നോവർ. അല്ലൽ മികന്തേ കാടത്തിലകപ്പെട്ടോർ അസ്മഊരത്താൽ കാടം വിടുമെന്നോവർ. വിശദീകരണം ആവശ്യമല്ല, ഒക്കെ ഓവറാണ്, വർത്താൻ ഒക്കെ ഓവറാണ്. ഇസ്ലാം അംഗീകരിക്കാത്ത ഓവറായ വർത്താനാണ്. അല്ലേ, ബദരീങ്ങളെ പേരിന് പറഞ്ഞാൽ മതി കടം വീടുന്നു. ആ ബദരീങ്ങളുടെ നേതാവ് ലോകത്തോട് വിട പറയുമ്പോ അവിടുത്തെ പടയങ്കി ജൂതന്റെ വീട്ടിൽ പണയത്തിലാണ്. നിങ്ങൾ ആലോചിക്കേ, ജൂതന്റെ വീട്ടിൽ പണയത്തിലാണ്. നോക്കൂ നിങ്ങൾ. എന്നിട്ട് ബദരീങ്ങളെ വിളിച്ച് തേടാൻ വേണ്ടി പറയാ, എല്ലാ പ്രയാസവും നീക്കിത്തരും. സഹോദരങ്ങളെ, മുസ്ലിം സമുദായത്തിലുള്ള ആളുകളുടെ അവസ്ഥ എന്താണ്? ഈമാൻ നഷ്ടപ്പെട്ടവരായി മാറരുത്. അതുകൊണ്ടാണ് സഹോദര ബുദ്ധിയായി ഗൗരവത്തിൽ സൂചിപ്പിക്കുന്നത്. കാരണം ഒരു നന്മയും സ്വീകരിക്കപ്പെടാതെ പോകും. എത്ര നമസ്കരിച്ചിട്ടും കാര്യമില്ല, എത്ര നോമ്പെടുത്തിട്ടും കാര്യമില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. വലഖദ് ഊഹിയ ഇലൈക നബിയേ, താങ്കൾക്ക് ഇതാ വഹയ നൽകുകയാണ്. വഇലല്ലദീന മിൻ ഖബ്ലിക, താങ്കളുടെ മുമ്പുള്ള ആളുകൾക്കും വഹയ നൽകിയിട്ടുണ്ട്. ലഇൻ അശ്റക്ത, താങ്കളെങ്ങാനും എന്നിൽ പങ്കുചേർത്താൽ. ആരോടായി പറയണത്? ലോകം കണ്ട മാനവരിൽ മഹോന്നതനായ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം,
ആദ്യമായി സ്വർഗത്തിന്റെ വാതായനങ്ങൾ മുട്ടുന്നത് ഞാനായിരിക്കുമെന്ന് പഠിപ്പിക്കപ്പെട്ട, ആദ്യമായി സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നവൻ ഞാനായിരിക്കുമെന്ന് പഠിപ്പിക്കപ്പെട്ട മാനവരിൽ മഹോന്നതനായ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പടച്ച റബ്ബ് പറയുന്നത്, ലഇന്ന ശറക്ത, നബിയേ താങ്കളെങ്ങാനും എന്നിൽ പങ്കുചേർത്താൽ ലയഹബതന്ന അമലുക, നിസ്സംശയം അങ്ങയുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോവുക തന്നെ ചെയ്യും നബിയേ, വലതകൂനന്ന മിനൽ ഖാസിരീൻ, അങ്ങ് നഷ്ടക്കാരിൽ പെട്ടുപോവുക തന്നെ ചെയ്യും നബിയേ. ആ പ്രവാചകൻ ശിർക്ക് ചെയ്യുന്നു എന്നതുകൊണ്ടല്ല, അവിടുന്ന് ശിർക്ക് ചെയ്യുമെന്നുള്ള ഭീതിയല്ല, മറിച്ച് ശിർക്ക് എന്ന് പറയുന്ന മഹാപാതകം അതിന്റെ ഗൗരവമാണ് പടച്ച റബ്ബ് സൂക്ഷിച്ചത്, പഠിപ്പിച്ചത്. കണ്ടോ, പ്രവാചകനായിട്ടും കാര്യമില്ല, ശിർക്ക് ചെയ്ത പൊളിഞ്ഞു പോകുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, 1.25 ലക്ഷത്തോളം പ്രവാചകന്മാർ ആദ്യം പഠിപ്പിച്ചെന്താ? ആദ്യം പഠിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലേ? പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്താ? വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. പടച്ചോൻ പറയാണ്, റബ്ബ് പറയാണ്, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി, അധികം ആളുകളും അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നില്ല. കണ്ടോ, ഇല്ലാ വഹും മുശ്രികൂൻ, അവർ ശിർക്ക് ചെയ്തുകൊണ്ടല്ലാതെ. കണ്ടോ, ലാ തഖൂമു സഅ, അന്ത്യദിനം സംഭവിക്കുകയില്ല, അന്ത്യദിനം സംഭവിക്കുകയില്ല. ഹത്താ തൽഹഖ ഖബായിലും മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ, എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ മുശ്രിക്കുകളുമായി ചേരാതെ, കണ്ടോ, ശിർക്ക് ചെയ്യുന്നവരുമായി ചേരാതെ അന്ത്യദിനം സംഭവിക്കുകയില്ല. നിർത്തിവെച്ചതിനെ ആരാധിക്കുന്നു നമ്മൾ, മുസ്ലിം സമുദായം കടത്തിവെച്ചതിനെ ആരാധിക്കുന്നു. എന്തേ മാറ്റമുള്ളത്? ഒരു മാറ്റമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ആദ്യം ഹൃദയം ശുദ്ധീകരിക്കപ്പെടേണ്ടത് ഈ റമദാനിന്റെ മുമ്പ് ശിർക്കിൽ നിന്നാണ്. ശിർക്കിൽ നിന്ന് ഏറ്റവും വലിയ മാലിന്യമാണ് ശിർക്ക്. ഏറ്റവും വലിയ മാലിന്യം, പടച്ചോൻ പൊറുക്കാത്ത മാലിന്യം. അത് നമ്മൾ റബ്ബിനോട് തൗബ ചെയ്താലല്ലാതെ അല്ലാഹു പൊറുക്കൂല. കണ്ടോ, ആ ശിർക്ക് ചെയ്ത് എത്ര നിസ്കരിച്ചിട്ടും കാര്യം എല്ലാം പൊളിഞ്ഞു പോകും. അതുകൊണ്ട് ആദ്യം ശിർക്കിൽ നിന്ന് മുക്തമാവുക. ഇനിയോ രണ്ടാമത് സഹോദരങ്ങളെ, റമദാനിൽ ഏറ്റവും ഗൗരവമാണ് നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയാന്നുള്ളത്. പക്ഷേ കുടുംബ ബന്ധങ്ങൾ ഗൗരവമായി നമ്മൾ ചിന്തിച്ചില്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ തടസ്സമാകും. സ്വർഗത്തിലേക്ക് എത്തുന്നതിന് അവസാനത്തെ ഒരു കടമ്പുണ്ട്, അതാണ് സിറാത്ത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജിസ്റുൻ ഫൗക ജഹന്നം, നരകത്തിന്റെ മുകളിലൂടെയുള്ള ഒരു പാലമാണത്. അത് മുടിയേക്കാൾ നേർത്തതാണ്, വാളിന്റെ മൂർച്ചയേക്കാൾ മൂർച്ചയുള്ളതാണ്. അതിന്മേൽ ഇരുമ്പ് കൊളുത്തുകളുണ്ട്. അത് മസില്ലത്തുൻ വഴുവഴുപ്പുള്ളതാണ്. ഇടിമിന്നൽ വേഗതയില്ലതങ്ങ് മുറിച്ചു കടക്കുന്നവരുണ്ട്. ഒരു വാഹനപ്പുറത്ത് സഞ്ചരിക്കുന്നവന്റെ വേഗതയിൽ മുറിച്ചു കടക്കുന്നവരുണ്ട്. ഒരു കാറ്റിന്റെ വേഗതയിൽ അത് മുറിച്ചു കടക്കുന്നവരുണ്ട്. തൂങ്ങിയാടി നിരങ്ങിയതാ ആ സിറാത്ത് മുറിച്ചു കടക്കുന്നവരുണ്ട്. ആ സിറാത്തിലേക്ക് പ്രവേശിക്കുന്നവർ മുഅ്മിനുകളും മുനാഫിക്കുകളും മാത്രമാണ്. കാഫിറുകൾക്കും മുശ്രിക്കുകൾക്കും ആ സിറാത്തിലേക്ക് പ്രവേശനമില്ല. അവർ ആദ്യമേ അങ്ങ് നരകത്തിലേക്ക് പോകും. മുനാഫിക്കുകൾ അതാ സിറാത്തിൽ അങ്ങ് കയറിക്കഴിഞ്ഞാൽ അതിലൂടെ അങ്ങ് നടക്കുമ്പവരതാ അതിൽ നിന്ന് ഇരുമ്പ് കൊളുത്തുകൾ കൊണ്ട് കൊളുത്തിയെടുത്ത് നരകത്തിലേക്ക് എറിയാണ്. അവർ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലെത്തുകയാണ്. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, കപട വിശ്വാസികൾ നരകത്തിന്റെ അടിത്തട്ടിലാണെന്ന് വിശുദ്ധ ഖുർആൻ. എന്നാൽ വിശ്വാസികൾ ഇങ്ങനെ കയറിയതിലേക്ക് പ്രവേശിക്കും. ഓരോ വിശ്വാസികൾ അങ്ങ് കയറിയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറയും, അല്ലാഹുമ്മ സല്ലിം സല്ലിം, പടച്ച റബ്ബേ രക്ഷപ്പെടുത്തു റബ്ബേ, രക്ഷപ്പെടുത്തു റബ്ബേ എന്ന് നമ്മുടെ നേതാവ്, കാരുണ്യത്തിന്റെ പ്രതീകമായ അഷ്റഫുൽ ഖൽഖായ നമ്മുടെ നേതാവ് അങ്ങനെ വിളിച്ചു പറയും. എന്നാൽ പ്രിയമുള്ളവരെ, കുടുംബ ബന്ധം മുറിച്ചവനാണോ ആ സിറാത്തിന്റെ അങ്ങേയറ്റത്ത് സ്ഥാപിച്ചിട്ടുള്ള 2 കാര്യങ്ങളാണ് അമാനത്തും കുടുംബ ബന്ധവും. അമാനത്തും കുടുംബ ബന്ധവും സിറാത്തിന്റെ അങ്ങേയറ്റത്തുണ്ടാകും. കുടുംബ ബന്ധം മുറിച്ചവൻ സിറാത്തിൽ അങ്ങ് പ്രവേശിച്ചു കഴിഞ്ഞാൽ അങ്ങേയറ്റെന്ന് കുടുംബ ബന്ധം വിളിച്ചു പറയും, പടച്ചോനെ എന്നെ മുറിച്ചു കളഞ്ഞവനാണ്, അതുകൊണ്ട് അവന് സ്വർഗത്തിലേക്ക് പോകാൻ അർഹതയില്ല. സിറാത്തിന്മേലുള്ള കൊളുത്തുകൾ കൊണ്ട് കൊളുത്തിയതാ അവനെ നരകത്തിലേക്ക് ഇടുകയാണ്.
ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹിം, കുടുംബ ബന്ധം മുറിച്ചവന് സ്വർഗ്ഗത്തിൽ പോവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, റമളാൻ അങ്ങ് കടന്നു വരുന്നതിന്റെ മുമ്പ് അറ്റുപോയ ബന്ധങ്ങൾ അങ്ങ് പുനഃസ്ഥാപിക്കണം. ആരുമാകട്ടെ, ആരോടുമാകട്ടെ, പെങ്ങളായിരിക്കും, ആങ്ങളയായിരിക്കും, എത്രത്തോളം പ്രിയമുള്ളവരെ, ഒരേ ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന സഹോദരങ്ങൾ പരസ്പരം മിണ്ടാട്ടല്ല, അമ്മായിയായിട്ട് മിണ്ടാട്ടല്ല, എളാപ്പയായിട്ട് മിണ്ടാട്ടല്ല, ജേഷ്ഠാനുജന്മാർ മിണ്ടാട്ടമില്ലാതെ ജീവിക്കുകയാണ്. അവരാണ് നോമ്പിലേക്ക് പ്രവേശിക്കുന്നത്. മാതാപിതാക്കളോട് പോലും തെറ്റി നിൽക്കുന്ന മക്കളുണ്ടെങ്കിൽ എന്തിനാ പ്രിയമുള്ളവരെ പിന്നെ ഈ നോമ്പെടുക്കുന്നത്? അതുകൊണ്ട് ബന്ധങ്ങൾ നന്നാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ആദ്യം പോയി സലാം പറയുന്നവനാണ് ബന്ധം നന്നാക്കിയവനെന്നാണ്. ആദ്യം പോയി സലാം പറയണം. അതെന്റെ അനുജനല്ലേ, ഓൾ ഇങ്ങോട്ട് വരട്ടെ, എന്റെ അനിയത്തിയല്ലേ, ഓൾ ഇങ്ങോട്ട് വരട്ടെ, ഓളല്ലേ എന്നോട് തെറ്റിയതുകൊണ്ട് അവൾ വന്ന് മിണ്ടട്ടെ. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ടതില്ല. പടച്ചറപ്പിന്റെ കോടതിയിൽ രക്ഷപ്പെടണോ, സിറാത്ത് മുറിച്ചു കടക്കണോ? പ്രിയമുള്ളവരെ, മരിക്കാൻ കാത്തു നിൽക്കണ്ട. മരിച്ചു കഴിയുമ്പോഴാ പലരും ബന്ധങ്ങൾ നന്നാക്കാറുള്ളത് അല്ലേ? മരിച്ചു കഴിഞ്ഞാൽ കാണാൻ അങ്ങോട്ട് വരും കണ്ണീരൊക്കെ ഇട്ടിട്ട്, നമുക്കൊന്ന് മയ്യത്ത് കാണണം, അതുവരെ കൊണ്ടൂല, അതുവരെ അമ്മായി നിന്ന് പോയി കാണൂല, എളാപ്പാനെ കാണൂല, ജേഷ്ഠാനുജന്മാര് ഇല്ല, അങ്ങോട്ടൊന്നും കേറൂല. ഭയങ്കര വാശിയാണ്, വിട്ടുവീഴ്ചല്ല. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ റബ്ബിനോട് നേടുന്ന ഒരു തേട്ടുണ്ട്. ഈ റമളാനിൽ ആയിഷ റളിയല്ലാഹു അൻഹ നമ്മുടെ മാതാവ് പറയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയേ, ലൈലത്തുൽ ഖദർ എന്നാണെന്നറിഞ്ഞാൽ, ഖദറിന്റെ രാത്രി എന്നാണെന്നറിഞ്ഞാൽ എന്താണ് നബിയേ ഞങ്ങൾ റബ്ബിനോട് ചോദിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്ന പ്രാർത്ഥന എന്താണ്? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നക അഫുവൻ, നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ, വിട്ടുവീഴ്ചയെ നീ ഇഷ്ടപ്പെടുന്നവനാണ്, ഫഅഫു അന്നീ, അതുകൊണ്ട് എനിക്ക് നീ വിട്ടുവീഴ്ച ചെയ്തു തരണേ. എന്റെ ജീവിതത്തിൽ വന്നുപോയ എന്തെല്ലാം തെറ്റുകളുണ്ടോ എല്ലാം പടച്ചോനെ നീ അങ്ങ് വിട്ടുവീഴ്ച ചെയ്ത് മാപ്പാക്കി തരണേ റബ്ബേ എന്നാ നമ്മൾ തേടേണ്ടത്. അതാണ് നമ്മൾ തേടുന്നത്. പക്ഷേ നമ്മൾ ആർക്കും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നില്ല. നമ്മുടെ അനുജന് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കൂല, ജേഷ്ഠന് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കൂല, അയൽവാസിക്കില്ല, കുടുംബങ്ങൾക്കില്ല, ഒന്നുമില്ല അല്ലേ? എന്നിട്ടാ നമ്മൾ നോമ്പെടുക്കുന്നത്. സഹോദരങ്ങളെ, ഗൗരവമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് പറയാണ്, നബിയേ, ഇന്നലി ഖറാബ, എനിക്ക് ചില കുടുംബക്കാരുണ്ട്, അസ്ലുഹും, ഞാൻ അവരുമായി ബന്ധം ചേർക്കുമ്പോൾ വയഖതഊനി, ഞാനുമായി അവർ ബന്ധം മുറിക്കാണ്. കണ്ടോ, ഞാൻ അവരോട് മുണ്ടുമ്പോൾ അവരെന്നോട് ബന്ധം മുറിക്കാണ്, മുണ്ടണില്ല. കണ്ടോ, അതുപോലെ തന്നെ വയുഹ്സിനു അലൈഹിം, അവർക്ക് ഞാൻ നന്മ ചെയ്യുന്നു, വയുസീഊന അലയ്യ, എന്നോട് മോശമായി പെരുമാറുന്നു. ഞാൻ അവരോട് നന്നായി പെരുമാറുമ്പോൾ എന്നോട് മോശമായി പെരുമാറാണ്, എന്നാലും ഞാൻ ബന്ധം മുറിക്കാറില്ല. ഞാൻ ആ ബന്ധങ്ങളെ തുടർന്നു പോകും. കണ്ടോ, ഇങ്ങോട്ട് മുണ്ടല്ലേ പിന്നെ മുണ്ടണ്ടാന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അങ്ങനെയാണെങ്കിൽ നിനക്ക് അല്ലാഹു ഒരു മലക്കിന്റെ സഹായം ഉണ്ടാകും, പടച്ചോന്റെ അടുത്തുള്ള ഒരു മലക്കിന്റെ സഹായം ഉണ്ടാകും. കണ്ടോ, എന്നാലും ബന്ധം മുറിക്കാൻ പറഞ്ഞില്ല. ബന്ധം മുറിച്ചവർക്ക് സുഹൃത്തുക്കളെ സ്വർഗത്ത് പോകാൻ കഴിയില്ല. ഗൗരവ, ബന്ധം മുറിച്ചവൻ ഇരിക്കുന്ന സദസ്സിൽ അള്ളാഹുവിന്റെ ബറക്കത്ത് ഇറങ്ങില്ല എന്ന് വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ബന്ധം മുറിച്ചവൻ ഇരിക്കുന്ന അള്ളാഹിന്റെ ദീനീ സദസ്സുകളിൽ അള്ളാഹുവിന്റെ ബറക്കത്ത് ഇറങ്ങും. പക്ഷേ ബന്ധം മുറിച്ചവൻ, കുടുംബ ബന്ധം മുറിച്ചവൻ ആ സദസ്സിലുണ്ടെങ്കിൽ അവിടെ ബറക്കത്ത് ഇറങ്ങൂല. അത്രയും ഗൗരവമാണ്. അതുകൊണ്ട് സമയം പാഴാക്കുക. നാളെ തന്നെ പോയി എവിടൊക്കെ തെറ്റിയിട്ടുണ്ടോ അവിടെ പോയി സലാം പറയാ, വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക, പൊറത്തു കൊടുക്കുക. എന്ത് തെറ്റ് ചെയ്താലും ശരി പുറത്തു കൊടുക്കണം നമ്മൾ. കണ്ടോ, എന്തിനു വേണ്ടി? പടച്ചോ നമുക്ക് പുറത്തു തരാൻ വേണ്ടി, പടച്ചോ നമുക്ക് പുറത്തു തരാൻ വേണ്ടി, പടച്ച നമ്മുടെ പാപങ്ങൾ വിട്ടുവീഴ്ച തരാൻ വേണ്ടി നമ്മൾ വിട്ടുവീഴ്ച കൊടുക്കുക. ചില കുടുംബങ്ങളൊക്കെ തെറ്റിയതിന്റെ കാരണം നോക്കിയാലേ ഉള്ളി തൊലി ഒളിച്ച പോലെ ഇരിക്കും. ഉള്ളി തൊലി ഒളിച്ചാൽ അത് അവസാനിക്കലില്ല, തൊലി തന്നെയാണത്. അതേപോലെ ഒരു കാരണം തെറ്റുണ്ടായിട്ടുണ്ടാവില്ല, എന്തെങ്കിലും നിസ്സാരമായ കാരണമാവും. അതുകൊണ്ട് സഹോദരിമാരെ, സഹോദരന്മാരെ, ഗൗരവമാണ് ബന്ധങ്ങൾ നന്നാക്കണം. ഇത് റമളാന്റെ മുമ്പ് ചെയ്യേണ്ടതാണ്. മറ്റൊന്നെന്താ അറിയോ? മറ്റൊന്ന് പ്രിയമുള്ളവരെ, നമ്മൾ ഈ റമളാനിൽ ചെയ്യുന്ന എന്തൊക്കെ അമലുണ്ടോ അത് നമ്മുടെ അക്കൗണ്ടിൽ കാണണം. അതാണ് നമ്മൾ ചെയ്യുന്ന നമസ്കാരം നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാകണം. പക്ഷെ അതില്ലാത്ത ചില മനുഷ്യന്മാരുണ്ട്.